ശ്രീ എസ് കെ സജീഷ്, ശ്രീ വി പി ബി ജെ പി പ്രതിനിധി എന്ത് മറുപടി പറയും? ബി ജെ പി പ്രതിനിധി എന്ത് മറുപടി പറയും? മറുപടി ഇല്ല. ബി ജെ പി പ്രതിനിധി ഇങ്ങനെ മുട്ടാപ്പോക്ക് പറയുന്നാൽ എന്ത് മറുപടി പറയും? ഇവിടെ ത്രിപുരയ്ക്ക് അനുവദിച്ചു, പോയി കണ്ടുടനെ അനുവദിച്ചു, ആന്ധ്രയ്ക്ക് അനുവദിച്ചു ശതകോടികൾ, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അനുവദിച്ചു, ബീഹാറിന് അനുവദിച്ചു ശതകോടികൾ. കേരളത്തിന് ഇവിടെ വന്ന് പൂർണ്ണമായി ഡിസ്ക്രിപ്ഷണറി അധികാരമുള്ള ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി ഇവിടെ വന്ന് അവിടെ കുഞ്ഞിനെ എടുത്ത് കളിച്ച് ഫോട്ടോ എടുത്ത് പോയതല്ലാതെ എന്തുകൊണ്ട് അടിയന്തര സഹായം അനുവദിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലപ്പോൾ പിന്നെ ഇതല്ലേ പറയൂ? എസ് കെ സജീഷ് പാവത്തിനെ കുറ്റം പറയണോ? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക പാവത്തിനെ കുറ്റം പറയണോ? എസ് കെ സജീഷ്, ശ്രീ പത്മനാഭൻ പാവമാണ്, മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊവോക്കഡ് ആവുന്നത്. സാറേ, അങ്ങയുടെ നിസ്സായാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ മറുപടി ഇല്ല, അങ്ങ് പാവമാണ്, എനിക്ക് മനസ്സിലാവുന്നു. സജീഷ് ഹാഷ്മി, എനിക്ക് പറയാമോ? പറയൂ. എനിക്ക് പറയാമെന്ന് കരുതുകയാണ്. അദ്ദേഹം തുടരുന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സർ. ഒന്ന്, ഹാഷ്മി, ഈ ചർച്ചയിൽ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച ഒരു കാര്യമുണ്ട്. ചർച്ചയിൽ ഇവർ കള്ളം പറയാനാണ് വരുന്നത് എന്ന്. അതായത് മോദിയെയും ബി ജെ പി സർക്കാരിനെയും അമിത്ഷായെയും ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വയം കള്ളന്മാരാണ് ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ, അത് ഞങ്ങൾ കള്ളം പറയാനാണ് ചർച്ചകളിലെല്ലാം വരുന്നത് എന്ന് ജനങ്ങളോട് സംവദിച്ചതായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഒരു ഗുണകരമായ കാര്യം ശ്രീ പത്മനാഭൻ പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. ഒന്ന്, നുണ പറയാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും നല്ല ആസ്വാദനത്തോടെ ഭക്ഷണം കഴിക്കാനും അല്ലാതെ നാവ് എന്നത് ബി ജെ പിക്കാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. ഇവിടെ നമുക്കല്പം പ്രയാസമുണ്ടായി. കാരണം ഈ ദുരന്തത്തിന്റെ നല്ല തീക്ഷ്ണമായ അതിവൈകാരികമായ ദുരന്തപൂർണമായ ജീവിതാനുഭവം നമ്മുടെ മുന്നിൽ പറഞ്ഞ സുബൈർ ബാബു അപ്പുറത്തിരിക്കുന്നുണ്ട്. അതെങ്കിലും ശ്രീ പത്മനാഭൻ ഓർക്കേണ്ടതായിരുന്നു. ബി ജെ പി പ്രതിനിധിയാണെങ്കിലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ വർത്തമാനം പറയാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചു, ത്രിപുരയിൽ, തെലങ്കാനയിൽ, ഉത്തരാഖണ്ഡിൽ ഇവിടെയെല്ലാം ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ ഒരു മാനദണ്ഡവുമില്ലാതെ പണം അനുഭവിക്കുന്ന നിലയുണ്ടായി. മാത്രവുമല്ല, ആന്ധ്രയ്ക്കും ബീഹാറിനും അഡ്വാൻസ് ആണ് കൊടുത്തത്. ദുരന്തത്തിന് അഡ്വാൻസ് ബീഹാറിന് 13,000 കോടി രൂപയാണ് കൊടുത്തത്. ഏറ്റവും ഒടുവിൽ നമ്മൾ മുന്നിൽ കാണുന്നത് എന്താണ്? ആർക്കും സഹായിക്കേണ്ട എന്നുള്ള അഭിപ്രായം മലയാളികളായ നമ്മൾക്കുണ്ടാവില്ലല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവശത അനുഭവിക്കുമ്പോൾ, ജീവദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കണം എന്ന മനസ്ഥിതിയുള്ളവരാണ് മലയാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തമിഴ്നാടിനോ മറ്റിതര സംസ്ഥാനങ്ങൾക്കോ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെതിർ നിൽക്കുന്നവരല്ല നമ്മൾ. പക്ഷേ ഇന്ന് ഇപ്പോൾ തമിഴ്നാടിന് ഒരു മാനദണ്ഡവും SDRFന്റെ ഒരു മാനദണ്ഡവും പാലിക്കാതെ തന്നെ ചെലവഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സമൂഹം വന്നു പോയി ഉടനെ തന്നെ 900 കോടിയിലധികം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ 3 കാര്യങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിക്കണം, L3 കാറ്റഗറിയിൽ പെടുത്തണം. അങ്ങനെ പെടുത്തിയാൽ മാത്രമാണ് നേരത്തെ നമ്മളിവിടെ കേട്ട സുബൈർ ബാബുവിൻ്റെ പോലെയുള്ള ദുഃഖങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നമുക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ട കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ലെങ്കിലും അപ്പുറത്തേക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു പുതിയ ടൗൺഷിപ്പിലേക്കെല്ലാം എത്തി ജീവിതം പരസ്പരം സഹകരിച്ച് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു L3 കാറ്റഗറിയിലേക്ക് വന്നാൽ MP മാർക്ക്, രാജ്യത്തെമ്പാടുമുള്ള MP മാർക്ക് സഹായം നൽകാൻ വേണ്ടി പറ്റും. 1 കോടി രൂപ വരെ MP ഫണ്ടിൽ നിന്ന് ഏത് MP ക്കും വയനാടിനെ സഹായിക്കാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അതിനൊന്നും അനുവാദം നൽകുന്നില്ല. ദേശീയവും അന്തർദേശീയവുമായ ഒരുപാട് സഹായങ്ങൾ ഇതുപോലെയൊരു അതിതീവ്ര ദുരന്തത്തിന് സഹായിക്കാൻ വേണ്ടി കഴിയും. 251 പേർ മരണപ്പെടുകയും 47 പേർ കാണാതാവുകയും ചെയ്ത ഒരു അതിതീവ്രമായ ദുരന്തമാണല്ലോ ഇത്. അതാണല്ലോ L3 കാറ്റഗറിയിൽ പെടുത്തണമെന്ന് നമ്മൾ പറയുന്നത്. അതിൽ അങ്ങനെ പെടുത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ തന്നെ 13-ാം വകുപ്പ് പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഭാഗമായി എല്ലാ കടങ്ങളും എഴുതി തള്ളാൻ വേണ്ടി കഴിയും. കേരളത്തിലെ സർക്കാർ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു. സഹകരണ ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്ക് നേതൃത്വം നൽകിക്കൊണ്ട് സഹകരണ മേഖലയിലുള്ള എല്ലാ വായ്പകളും എഴുതി തള്ളാനുള്ള നിലപാട് സ്വീകരിച്ചു. എന്നാൽ അത് പൊതുമേഖലാ ബാങ്കുകൾ കൂടി സ്വീകരിക്കാൻ വേണ്ടി കഴിയും. ഈ പറഞ്ഞ അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടിയന്തരമായ സഹായത്തിന് നമ്മൾ ആവശ്യപ്പെട്ടു. ഒരു അടിയന്തര സഹായവും നൽകിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ പാർലമെന്റിൽ പറഞ്ഞില്ല എന്നാണ് ശ്രീ പത്മനാഭന്റെ കളവിലൊന്ന്. ആ കളവ് പറയുമ്പോൾ അദ്ദേഹം കാണേണ്ടത് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജോൺ ബ്രിട്ടാസ് MP ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം മലയാളിയുടെ ഹൃദയത്തിൽ തറക്കുന്ന ഒരു ഉത്തരവുമായിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്താണ്? 153.47 കോടി രൂപ
പട്ടാളം വന്നതിന് ഒരു ഉളുപ്പും ഇല്ലാതെ ഞങ്ങൾ ഈടാക്കിയിട്ടുണ്ട്. SDRFിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. 10 പൈസ ഇങ്ങോട്ട് തരുന്നതിന് മുമ്പ് 153.47 കോടി രൂപ നമ്മുടെ SDRFിൽ നിലനിൽക്കുന്ന ഫണ്ടിനകത്തുനിന്ന് എന്റെ സജീഷ് 205 കോടി 81 ലക്ഷം രൂപ അരിപ്പൈസ പിടിച്ചു മേടിച്ചു. 5 പൈസ ഇല്ല, ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ആ പൈസ പിടിച്ചു മേടിച്ചു. പിന്നാണോ മറ്റേ ഹെലികോപ്റ്റർ വന്നതിന്റെ ഈ കോടികൾ? അരിപ്പൈസ പിടിച്ചു മേടിച്ചു. അത് ശരിയാണ് ആശുപ, അത് ശരിയാണ്. അരിയുടെ പണം 200 ചില്ലാണം കോടി രൂപ നേരത്തെ പിടിച്ചു. പണ്ട് വ്യോമസേന വന്നതിന് ഒരു 100 ചില്ലാണം കോടി വേറെയും പിടിച്ചു. ഇതെല്ലാമാണല്ലോ ഇവർ ചെയ്തത്. എന്ത് അപരാധമാണ് നമ്മൾ മലയാളികൾ ചെയ്തത്? നമ്മൾ എന്ത് അപരാധമാണ് ചെയ്തത്? ഈ മനുഷ്യരും ഈ രാജ്യത്തുള്ളവരല്ലേ? ഈ കേരളം ഈ രാജ്യത്തുള്ളവരല്ലേ? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒരേ വാചകത്തിൽ കിടന്ന് നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കൂ എന്ന് BJP പ്രതിനിധി ഈ ചർച്ചയിൽ പറയുകയാണ്. പാർലമെന്റിൽ ഉന്നയിക്കുക മാത്രമല്ല, ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ BJP ഒഴികെയുള്ള എല്ലാ MP-മാരും കൂടിയാണ് നിവേദനം ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ഇത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മറുപടികളൊക്കെ പാർലമെന്റിൽ വന്നത്. പിന്നെ ശ്രീ പത്മനാഭനും BJPയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളികൾ ആരും തീരെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകളല്ല. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും നല്ലവണ്ണം പരിശോധിക്കുന്നവരും കാണുന്നവരും നിരീക്ഷിക്കുന്നവരുമാണ് മലയാളികൾ. പാർലമെന്റിൽ എന്ത് നടക്കുന്നു, പാർലമെന്റിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ ചേരുന്നത്? അദാനിയെ സംരക്ഷിക്കാൻ വേണ്ടി ചേരുന്ന ഒരു പാർലമെന്റ് അകത്ത് നിന്ന് വർത്തമാനം പറയുകയാണ്. എങ്ങനെ അദ്ദേഹം പറഞ്ഞു? പാർലമെന്റിൽ രാജിവെച്ചു പോട്, പാർലമെന്റിൽ രാജിവെച്ച് പോട് എന്നാ പറഞ്ഞു. ഞാൻ എന്താണ് ശ്രീ പത്മനാഭന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനാണോ രാജിവെക്കേണ്ടത്? ഹാഷ്മിയാണോ രാജിവെക്കേണ്ടത്? അല്ല, വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച സുബൈറാണോ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് രാജിവെക്കേണ്ടത്? താങ്കൾക്ക് സമനില തെറ്റിയോ എന്ന് സ്വയം പരിശോധിക്കുക. BJPക്ക് ആകെ സമനില തെറ്റിയിട്ടുണ്ട്. ആ സമനില തെറ്റിയതിന്റെ പ്രതീകമാണ് ഈ ചർച്ചയിൽ നിങ്ങൾ. ഹാഷ്മി അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് രാജിവെക്കേണ്ടത്? ഹലോ, ഈ പത്മനാഭൻ സാർ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കാനല്ല നമ്മൾ ഈ ചാനലിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് ഒരു ദുരന്തത്തെ കുറിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സംസാരിക്കണം. മറ്റേ നമ്മൾ പറഞ്ഞ നാസിം സാർ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ചുഴലിക്കാറ്റ് വന്നു, ഒരു 19 കോടി രൂപ ഓക്കെ ആയി. എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല? ശരിയല്ലേ? പത്മനാഭൻ സാർ പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്ര MP-മാരുണ്ട്, ഇത്ര അതെ 19 MP-മാരുണ്ട്. ഏത് രാഷ്ട്രീയക്കാരായിട്ട്? ഒരു MP നിങ്ങളുടെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ MP അല്ല, ഞങ്ങൾ കൂടി MP ആണ്. അത് മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ നിന്ന് ഒരു MP ജയിച്ചുകൊണ്ട് നിങ്ങളെ പാർട്ടി MP ആയിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ കൂടി MP ആയിട്ടാണ് കാണുന്നത്. കാരണം 20 MP-യും ഞങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പറയുന്നത് ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇപ്പോൾ കേരളത്തെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഈ വയനാട്ടിൽ ഇത് സംഭവിച്ചു, ഇതിന് 1 കോടി രൂപ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് രാജിവെച്ചിപ്പോ ഈ അല്ല, ആസിം സാർ ചോദിച്ചതിന്റെ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ല, നിങ്ങൾ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു ദുരന്തത്തിൽപ്പെട്ട പത്മനാഭൻ സാർ നിങ്ങളെ മക്കളാണോ? അല്ല, ഒരു മിനിറ്റ് പത്മനാഭൻ സാർ, പത്മനാഭൻ സാർ ഒരു മിനിറ്റ്. പാർലമെന്റ് അല്ല, നിങ്ങൾ ഒരു ഞാൻ അല്ല പത്മനാഭൻ സാറെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ആണോ ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്? ഇതിന്റെ ഉത്തരം സാറ് പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കും, ബാക്കി സംസാരിക്കും. 44 പേര് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ചൂരൽമല ദുരന്തത്തിന്റെ അകത്ത് കിടക്കുന്ന മണ്ണിനടി കിടക്കുന്ന 44 പേരുണ്ട്. പറയല്ലേ? ഞാൻ താങ്കൾക്ക് തുടക്കത്തിൽ മതിയായ സമയം തന്നതാണ്. താങ്കൾക്ക് അതിന് മറുപടി ഇല്ല. താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു. ആയിക്കോട്ടെ. ഷാബിൻ വർക്കി, ശരി. ഷാബിൻ വർക്കി, ശരി, ആയിക്കോട്ടെ. രാഷ്ട്രീയം പറഞ്ഞതാണ് പ്രശ്നം. ഓക്കെ, ആയിക്കോട്ടെ.